ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ആഴിമല പോവുകയാണ്. ഒരു ഏതാണ്ടൊരു 1 ഇയർ കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ആഴിമല പോകണമെന്ന്. പക്ഷേ അത് അങ്ങോട്ട് നടന്നില്ല. ഇപ്പോഴാണ് അതിനുള്ളൊരു സമയമായത്. നമ്മൾ I-10 എടുത്ത സമയത്ത് അത് എനിക്ക് 5 മാസം ഉള്ളപ്പോഴും, എന്നാലും ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് 5 മാസം ഉള്ളപ്പോഴായിരുന്നു ആ ഒരു I-10 എടുത്തത്. അപ്പോൾ അതിന് പൂജയ്ക്ക് കൊടുക്കാനായിട്ട് ആഴിമല പോകാനിരുന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ റെസ്റ്റ് തുടക്കമേ ഉണ്ടായിരുന്നെങ്കിലും അങ്ങോട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പെട്ടെന്നാണ് ഡെലിവറി എല്ലാം വന്നത്. അതിനുശേഷവും അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല. പിന്നീടായപ്പോൾ നമ്മളിപ്പോൾ വാഗനർ എടുത്തപ്പോൾ എന്തായാലും വാഗനറിനെ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് കരുതി അങ്ങനെ വെച്ച് താമസിക്കാതെ നമ്മൾ അങ്ങനെ ആഴിമല എത്തിയതാണ്. നമ്മളവിടെ ചെന്നപ്പോഴത്തേനും MSCൻ്റെ ഷിപ്പ് പോകണുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അല്ലെങ്കിൽ പിന്നെ ഈ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ, നല്ല അടുത്താണ് കേട്ടോ കാണാൻ. ഇതിനടുത്താണ് സീപോർട്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഇതിനടുത്തോട് ചേർന്ന് പോകും. അങ്ങനെ അതും കണ്ടു. പിന്നെ നമ്മൾ പോയ സീസൺ അയ്യപ്പന്മാരതായതുകൊണ്ട് അവിടെ ഫുള്ളും അയ്യപ്പന്മാരുടെ മേളമായിരുന്നു. കാല് വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പം സീസൺ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അവിടെ നിന്ന് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പുറത്തിറങ്ങി കടലിൽ പോയപ്പോൾ കടലിൻ്റെ വൃത്തി കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങാനായിട്ട് തോന്നിയില്ല. അവിടുത്തെ ഹോട്ടലിലെ ഫുഡ് വേസ്റ്റ് ഫുള്ളും ഡംപ് ചെയ്യുന്നത് ഈ കടലിലോട്ടാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മൾ കണ്ണിൽ കാണുമ്പോൾ പിന്നെ നമുക്ക് ശരിയാവില്ലല്ലോ. അതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് സോമതീരത്ത് പോയി. സോമതീരത്ത് എന്തെന്നിറങ്ങിയോടാ, നമ്മളെവിടെ പോയാലും ഇതാണ് പ്രശ്നം. അമ്പലത്തിൽ പോയപ്പോൾ അയ്യപ്പന്മാർ നിറങ്ങി നിൽപ്പുണ്ട്. സോമതീരത്ത് പോയപ്പോൾ അവിടെ 2 സീരിയലിൻ്റെ ഷൂട്ടിങ് നടക്കണം. അപ്പോൾ അവിടെയും നമുക്കിരിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അവിടെ നിന്നിട്ട് പിന്നെ എല്ലായിടവും വെയിൽ, നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നും പിന്നെ നമ്മൾ സ്കൂട്ടായി. ചെറിയ വിശപ്പും വെച്ച് തുടങ്ങിയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ വീട്ടിലൊന്നും ഫുഡ് വെച്ചില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നേരെ നമ്മൾ കള്ളുഷാപ്പിലോട്ട് പോയി. കള്ളുഷാപ്പിൽ പോകാൻ റീസണുണ്ട്. അതും ഒരു സ്റ്റോറിയാണ്. അത് എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ക്രേവിങ്സ് ഉണ്ടായിരുന്നു. എനിക്ക് കള്ള് കുടിക്കണമെന്ന്. അതും കള്ള് കുടിക്കണം, എനിക്ക് 2 റോസ്റ്റ് കഴിക്കണമെന്ന്. പക്ഷേ അത് നടന്നില്ല. അപ്പോഴും ഇപ്പോൾ ഭാവിക്ക് 7 മാസം ആവാറായപ്പോഴത്തേനുമാണ് ആ കാര്യം നടന്നു കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ നേരെ വെള്ളായണിയിൽ കള്ളുഷാപ്പിൽ, പുഞ്ചക്കരി കള്ളുഷാപ്പിലാണ് പോയത്. അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങളിനിപ്പോൾ എൻ്റെ മുഖത്ത് കാണാനായിട്ട് പോകുന്നത്. പല നവരസങ്ങളും എൻ്റെ മുഖത്ത് വന്നിട്ട് പോയായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും അമ്മയുടെ ഫ്രണ്ടിൽ നിന്ന് കുടിക്കണതിൽ എനിക്കൊരു ഇതൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പലരും പറയും എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട്, സോറി, എനിക്ക് ഇതൊക്കെയല്ലേ സന്തോഷം, അപ്പോൾ ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണ്ടേ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അപ്പവും പൊറോട്ടയും താറാവ്, കൊഞ്ച്, ഞണ്ട് ഇത്രയാണ് വാങ്ങിച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി.